പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആറാമതായി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ നിന്നെ സഹായിക്കും. ഇന്നെന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് നൽകുവാനുള്ളൊരു ഉറപ്പ്, കർത്താവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ സഹായമൊക്കെ വ്യർത്ഥമാണ്. മനുഷ്യൻ്റെ സഹായത്തിനൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ദൈവിക സഹായത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആശ്രയിക്കണം. നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം, യാചിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. തന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പക്ഷെ തനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പഴയ നിയമത്തിൽ ഒരിക്കൽ ഇസ്രായേലിലെ രാജാവ് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ദൈവം നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് നിന്നെ സഹായിക്കണം? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ? ക്ഷാമമുണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ രാജാവ് അങ്ങനെ പറയുന്നത്. താനൊരു രാജ്യത്തിൻ്റെ രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. പക്ഷെ താൻ പറയുകയാണ്, ദൈവം നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എവിടെ നിന്ന് സഹായിക്കണം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ചുറ്റും പലരും കണ്ടേക്കാം. എന്നാൽ അവരുടെ സഹായങ്ങളും അസ്തമിക്കുന്നൊരു നിമിഷമുണ്ട്. അവരുടെ സഹായങ്ങളും തീരുന്ന ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ പല രാജാക്കന്മാർ പല ട്രീറ്റീസും സൈൻ ചെയ്ത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്ന പല രാജാക്കന്മാരും പലതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ സഹായങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു ഉറപ്പ് നൽകാൻ പറ്റത്തില്ല. ഒരു ഉറപ്പ് നൽകാൻ പറ്റത്തില്ല. നാളെ അവർ നമ്മെ സഹായിച്ചിട്ട് നമുക്ക് വിജയം ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ലോകത്തിലെ ആർക്കും ആ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. പക്ഷേ കർത്താവ് പറയുക, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കേണ്ട, കാരണം ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വാക്കിന് വലിയ ഉറപ്പുണ്ട്. നമുക്ക് ഉറപ്പ് നൽകുന്ന വാക്കുകളാണ്, നമ്മെ ബലപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുന്നൊരു കൺഫർമേഷനാണ്. മനുഷ്യൻ ഇന്ന് പറയും ഒരു പക്ഷേ സഹായിക്കാം, ഓർക്കാം എന്നൊക്കെ. അവർ നാളെ അത് മറന്നേക്കാം. അവരുടെ വാക്കിന് വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നാം ഓരോരുത്തരും ഉറക്കണം, എന്നെ സഹായിപ്പാൻ എൻ്റെ സ്വർഗത്തിൽ അപ്പൻ്റെ കരമുണ്ട്. ഈ ലോകത്തിൽ ആരും എനിക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ഉയരത്തിൽ